2.5 വർഷമായി എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന വേദനയാണ്. ഭയങ്കര വേദനയിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പം ഞങ്ങള് പൊതി ഹോസ്പിറ്റലിലെ അനിതകുമാരി ഡോക്ടറെ കാണിച്ചു. എന്നിട്ടും മെഡിസിൻ ഒക്കെ എടുത്തുകൊണ്ടിരുന്നിട്ടും ഈ വേദനയ്ക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം വേദന കൂടും, ഭയങ്കരമായിട്ട് കൂടുമ്പം പെട്ടെന്നായിരിക്കും എനിക്ക് വേദന കൂടുന്നത്. അന്നേരം ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ കരഞ്ഞ് അമ്മയും വിളിക്കും, വേഗം ഓടി വായോ, അവൾക്ക് വേദന കൂടുതലാണ്. അന്നേരം ഞങ്ങൾ മുട്ടുചിറ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ അവിടെ ചെല്ലുമ്പം ഒരു ട്രിപ്പ് ഇടും, വേദന മാറാനുള്ള ഇഞ്ചക്ഷൻ ചെയ്യും. ആ ഒരു ഡോസ് കഴിയുന്നത് വരെ നമുക്ക് വേദന അറിയത്തില്ല. അത് കഴിയുമ്പം വീണ്ടും വേദന. അതായത് പീരിയഡ്സ് തുടങ്ങുന്നതിനും 2 ദിവസം മുന്നേ വേദന തുടങ്ങും. ആ വേദന എന്ന് പറഞ്ഞാൽ 8-9 ദിവസമൊക്കെ നിൽക്കുന്ന വേദനയാണ്. ആ 8 ദിവസം 9 ദിവസമൊക്കെ എനിക്ക് കുറെ വർഷങ്ങൾ പോലെ തോന്നിയിട്ടുണ്ട്. ഭയങ്കര വേദന. അടുത്ത മാസം വേദന വരുമ്പോഴത്തേക്കും ഞാൻ ഇല്ലാതിരുന്നെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഞ്ജു ചേച്ചി സുരേഷ് ഏട്ടനും ഞങ്ങളുടെ എല്ലാം ആണ്. അപ്പം അവര് ഈ പ്രൊഡക്റ്റ് എന്റെ കൈകളിലേക്ക്, ദൈവിക തുല്യമായ പ്രൊഡക്റ്റ് എന്റെ കൈകളിലേക്ക് എത്തിച്ചു തന്നത്. ആദ്യമേ ഈ പ്രൊഡക്റ്റിന് ഒത്തിരി നന്ദി. ദൈവം അത് ഞങ്ങളുടെ കൈകളിൽ എത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും വേദനയിലൂടെ തന്നെ കടന്നു പോകുമായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പള്ളി പോലും പോയിരിക്കുമ്പം ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം, പക്ഷെ പോയിരിക്കുമ്പോഴായിരിക്കും വേദന വരുന്നത്. അവിടെ നിന്ന് തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെയൊക്കെ ഒത്തിരി ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി വർഷം മുൻപ്, ഒരു 8 വർഷം മുൻപ് മാളയിലാണ് എന്റെ വീട്. എന്റെ കസിൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കേൾക്കാൻ പോലും അത് ഇതെന്താന്ന് അറിയത്തില്ലല്ലോ, കേൾക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ TV നന്നാക്കാൻ വന്നൊരു പയ്യനോടും, അത് 8 വർഷം തന്നെ ആ സമയമായി. ആ കൊച്ചും പറഞ്ഞു ഇങ്ങനെ എനിക്ക് കുറെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു, അപ്പം ഇതൊന്ന് നോക്ക്, ഇതെന്താന്ന് കേൾക്കാൻ പറഞ്ഞിട്ട് അന്നും കേൾക്കാൻ നമ്മള് തയ്യാറായില്ല. കാരണം ഇതിലേക്കൊക്കെ വരണല്ലോ എന്നോർത്തിട്ട് എന്തോ കേട്ടില്ല. പക്ഷെ ചേച്ചിയും ചേട്ടനും പറയല്ല ചെയ്തത്, ഞങ്ങളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റുകൾ കൊണ്ടു തന്നിട്ട് വൈകുന്നേരം ആയപ്പോ ഇതെല്ലാം കൊണ്ടുവന്നാണ് പറയുന്നത്, ഇത് കഴിച്ചാൽ നമുക്ക് വേദന മാറുന്ന് ഉറപ്പ് പറഞ്ഞു. അപ്പൊ ചേട്ടായി ഇവിടെ ഇല്ലായിരുന്നു, ഇത് കൊണ്ടു തരുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ വന്ന്. അപ്പൊ ചേച്ചിയും ചേട്ടനാണല്ലോ തന്നത്, നമുക്ക് കഴിച്ചു തുടങ്ങാം. പക്ഷെ എനിക്ക് പേടി, എനിക്ക് എല്ലാ മെഡിസിൻ അലർജിയാ. നമ്മുടെ അലോപ്പതിയില് ഒരു പാരസെറ്റമോൾ പോലും എനിക്ക് കഴിക്കാൻ മേല, അപ്പോഴേക്ക് അലർജി വരും. അങ്ങനെ എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലും ആദ്യമേ അലർജിക്കുള്ളത് എടുത്തിട്ടാണ് മറ്റു മെഡിസിനൊക്കെ എനിക്ക് തരുന്നത്. അപ്പൊ എനിക്ക് തലകർക്കൊക്കെ വരുമ്പോ ചേട്ടന് പേടിയാ, ചേട്ടൻ ഇവിടെ ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ആളുകള് ഹോസ്പിറ്റലിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാവില്ലേ. അങ്ങനെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം ഇത് തന്നു. ഞാൻ ആദ്യം കഴിക്കാൻ മടിച്ചെങ്കിലും ചേട്ടൻ പറഞ്ഞു ഇത് കഴിക്കുക, ഏതായാലും ഓരോന്നോരോന്ന് ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അതിനുപരിയായിട്ട് സൗമ്യ മേഡത്തെ ചേട്ടന് കുറെ വർഷം മുൻപ് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ സൗമ്യ മേഡത്തിന്റെ ഒരു അവസ്ഥ ചേട്ടൻ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ സൗമ്യ മേഡം വന്നപ്പം ചേട്ടൻ അത്ഭുതമായിപ്പോയി, സൗമ്യ മേഡത്തിന്റെ ആ ഒരു മാറ്റം. അപ്പൊ ചേട്ടന് ഭയങ്കര ഉറപ്പായി, എന്താ ഇത് കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതില് സൈക്ലോവ, പിന്നെ 95 വുമൺ കമ്പാനിയൻ, ബ്ലഡ് പ്യൂരിഫയർ, ഫീലിംഗ് സിറപ്പ്, ഫീലിംഗ് ക്യാപ്സൂൾ. എനിക്ക് ബ്ലഡ് ഒട്ടും ഇല്ലായിരുന്നു, ഭയങ്കര കുറഞ്ഞു വരുമായിരുന്നു ബ്ലീഡിങ് ഉള്ളതുകൊണ്ട്. ഇതെല്ലാം കഴിച്ചു. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ മാസം പീരിയഡ്സ് ആയപ്പം ഒട്ടും തന്നെ വേദനയില്ലായിരുന്നു. ഇങ്ങനെ ആദ്യമായിട്ടും 2.5 വർഷക്കാലമായിട്ട് ഒരു വേദനയില്ലാത്ത ആ ഒരു 7 ദിവസം എനിക്ക് ഉണ്ടായത്. അപ്പം ഒത്തിരി സന്തോഷം എല്ലാവർക്കും. എനിക്ക് ഈ പ്രൊഡക്റ്റ് എത്തിച്ചു തന്ന ചേച്ചിനും ചേട്ടനും ഒരിക്കലും മറക്കാൻ പറ്റില്ല. വേദന എന്താ പറയാ, വേദന ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് എല്ലാവർക്കും നല്ലത്. കാരണം അത് അനുഭവിച്ചവർക്ക് അതറിയാൻ പറ്റുള്ളൂ. കേൾക്കാവോ സാറ്? ഹലോ, പിന്നെ എന്റെ അമ്മയ്ക്ക് ഭയങ്കര മുട്ടിന് തേയ്മാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ബസ്സിൽ കയറത്തില്ല, ഈ കൂടുതൽ നടക്കുമ്പോ വേദനയായിരുന്നു. അപ്പൊ അടുത്ത മാസങ്ങളിൽ ഇച്ചിരി വേദന കൂടിയല്ലോ എനിക്ക്. അപ്പൊ ഞാൻ പേടിച്ചു പോയി. നിർത്തട്ടേന്ന് ചോദിച്ചപ്പോ മഞ്ജു ചേച്ചി പറഞ്ഞു ഇത് കഴിക്കണം, നിർത്തരുത്, വെള്ളം കുടിച്ച് കുറഞ്ഞിട്ടാണ് പറഞ്ഞു. വെള്ളമൊക്കെ ധാരാളം കുടിപ്പിച്ചു. അപ്പൊ അമ്മയ്ക്കും കൊടുത്തു. അമ്മയ്ക്ക് ഞങ്ങൾ വേദനയ്ക്ക് കൊടുത്തത് ചമ്പിത്തൈലവും നാട്സിയും വേദന ജെല്ലി ക്യാപ്സൂള്. അപ്പൊ അമ്മ ഇതൊക്കെ കഴിക്കാൻ തുടങ്ങി, പെരട്ടാൻ തുടങ്ങിയപ്പം അമ്മയ്ക്കും വേദന നല്ല കുറവുണ്ട്. അപ്പൊ എന്റെ മാളയിൽ അമ്മ ഇവിടെ വന്ന് നിന്നപ്പോഴാണ് അമ്മ ഇതൊക്കെ കഴിക്കുന്നത് കണ്ടേ. അപ്പൊ എന്റെ അമ്മയും കൂടി തിരട്ടി. അപ്പൊ അമ്മയ്ക്ക് പെട്ടെന്ന് എന്റെ അമ്മയുടെ ചേച്ചി വല്യമ്മയ്ക്ക് നടക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ കിടക്കുക. അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് വല്യമ്മയ്ക്കും കൂടി കൊണ്ടു കൊടുക്കാം. അങ്ങനെ
അങ്ങനെ അമ്മ തന്നെ വല്യമ്മയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ആദ്യം തൈലും എല്ലാം കൊണ്ടു കൊടുത്തു.